ഞാൻ ഒരാൾക്കും ദ്രോഹം ചെയ്തിട്ടില്ല, ഒരാൾക്കും ദ്രോഹം ചെയ്യുകയുമില്ല. ഈ കൈകൾ ശുദ്ധമാണെന്ന് ഞാൻ ഇങ്ങനെ പറയില്ല. ഈ ഹൃദയം ശുദ്ധമാണ്. ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല, ഒരാളെയും ദ്രോഹിക്കുകയുമില്ല. ഇത്രയും ചങ്കൂറ്റത്തോടെ ആരൊക്കെ പറയുന്നു, നിങ്ങൾ അവരുടെ ചരിത്രം കൂടി അവരുടെ മുന്നിൽ വെച്ച് അവരെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കും. So that's him, so genuine. അതുകൊണ്ട് തന്നെ പറഞ്ഞത് എന്താണെന്ന് ഓർത്തിരിക്കേണ്ട കാര്യമോ അത്തരത്തിലുള്ള ബാധ്യതകളോ ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്ക് ഇത്ര ജനുവനായിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ കള്ളം പറയുമ്പോഴും ഫേക്ക് ആകുമ്പോഴും ഒക്കെ അല്ലേ നമുക്ക് പലപ്പോഴും ഓർത്ത് വെക്കണ്ട, ഇന്നലെ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, അത്തരത്തിലുള്ള കെട്ടുപാടുകളൊന്നും ഇല്ലാതെ പച്ചയായ ഒരു മനുഷ്യനായിട്ട് നമ്മുടെ മുന്നിലിരിക്കുകയാണ്. ഓ, ഇതിപ്പോ പറഞ്ഞു ഞാനാകെ ഇമോഷണൽ ആവുന്നുണ്ടോന്ന് എനിക്കിന്നൊരു സംശയം. ലാസ്റ്റ് നമുക്ക് ഒരു വൈറ്റും കൂടെ ഉണ്ട്, അതും കൂടെ കാണാം നമുക്ക്. നമസ്കാരം സുരേഷ് ചേട്ടാ, ഞാൻ വിവേകാണ്. കണ്ണൂർ തലശ്ശേരി സ്വദേശിയാണ്. ഞാൻ കുറച്ചു കാലമായിട്ട് ഒരുപാട് പോർട്രേറ്റുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സുരേഷ് ചേട്ടൻ. ഇപ്പോൾ സുരേഷ് ചേട്ടൻ്റെ പൊളിറ്റിക്സ് ആണെങ്കിലും സിനിമയായാലും ഫാമിലി ലൈഫായാലും ഞാൻ ഒരുപാട് അതിനെ ഇഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈയിടെയായിട്ട് വരയ്ക്കുന്ന അധിക ചിത്രത്തിൽ സുരേഷ് ചേട്ടൻ്റെ ചിത്രങ്ങൾ അധികവും കടന്നു വരാറുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിൽ ഒരു ചിത്രം ഞാൻ സുരേഷ് ചേട്ടനെ ഇപ്പോൾ ഇവിടെ കൈമാറുകയാണ്. എന്തായാലും നന്ദി. ടു ഗുഡ്. ഇതിൻ്റെ ഫീൽ അവിടെ നിന്നേ കിട്ടത്തുള്ളൂ. പക്ഷെ എന്നാലും എനിക്കറിയാം പിന്നെ വേറൊരു ഫീലും കൂടിയുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ പാപ്പന്റെ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാൻസ് മീറ്റ് എന്ന പേരിൽ ബിഹൈൻഡ് വുഡ് സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമിലായിരുന്നു. അപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞ സമയത്തിന് മുന്നേ അവരെത്തി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയട്ടെ, എൻ്റെ ഇതുപോലെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത ബിഹൈൻഡ് വുഡ്സിനും. ആൻഡ് സുരേഷ് ചേട്ടാ, ഇതിന് എത്ര നന്ദിയാണോ പറയേണ്ടത്, സന്തോഷം അറിയിക്കാനോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. പക്ഷേ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഭയങ്കര സന്തോഷമുണ്ട്.